അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് ഞാനത് അവനിൽ നിന്ന് മാറ്റി ഇനിയിപ്പോൾ അത് അല്പം തണുത്തിട്ടുണ്ട്, ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ സ്പ്രിംഗ് ഫോം പാനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം കട്ടിയില്ല, കണ്ടല്ലോ ഇത്രയും തിക്നെസ് മാത്രമേ ഉള്ളൂ. കാര്യം 2 കേക്ക് തമ്മിൽ നമ്മളിങ്ങനെ സാൻഡ്വിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും തിക്നെസ് അല്ലെങ്കിൽ ഇത്രയും കട്ടി മതിയാകും. അപ്പോൾ ഇതൊരു ലെയറാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് രണ്ടാമത്തെ കേക്കും തയ്യാറാക്കുന്നു. എന്നിട്ട് 2 കേക്കും വെച്ചിട്ട് നമ്മളൊരു സാൻഡ്വിച്ച് മോഡലിലാണ് ഇതിനെ ഫില്ലിംഗ് കൊണ്ട് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേക്കും കൂടി ബാക്കി ബാറ്റർ കൊണ്ട് തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പം നമ്മളുടെ 2 കേക്കും ഇവിടെ റെഡിയായി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞാനൊരു പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ ബാറ്ററിൽ നമ്മൾ ബാറ്റർ ചെയ്തപ്പോൾ ആദ്യം വളരെ ലൈറ്റ് ഒരു ഓറഞ്ച് കളർ കൊടുത്തു, എന്നിട്ടാണ് ആദ്യത്തെ കേക്ക് തയ്യാറാക്കിയത്. അപ്പോൾ അതൊരു ലൈറ്റ് ഓറഞ്ച് കളറിലെ കേക്ക്. പിന്നെ ബാക്കിയെടുത്ത മാവിൽ ഞാൻ ഇച്ചിരി കൂടെ കളർ കൊടുത്തിട്ട് രണ്ടാമത് ബേക്ക് ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ ഓറഞ്ച് കളറിൽ ഒരു കേക്ക്. അപ്പോൾ ഏത് കളർ വേണം നമുക്ക്, ഇത്രയും നല്ല ഓറഞ്ചിഷ് ആയിട്ടൊരു കേക്ക് വേണമെങ്കിൽ അത്രയും കളർ കൊടുക്കുക, ലൈറ്റ് ഓറഞ്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ കളർ കൊടുക്കുക. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഐസിങ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യത്യാസം അറിയാൻ പോണില്ല. എന്നാലും ഞാനൊന്ന് നോക്കിയതാണ് എങ്ങനെയായിരിക്കും കൂടുതൽ നല്ലത്. എന്തായാലും ഇനി നമ്മളുടെ ഫില്ലിംഗ് തയ്യാറാക്കാൻ പോവാണ്. അതായത് ഒരു ബട്ടർ ഐസിങ്. ബട്ടർ ഐസിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്രീം ബട്ടർ ഐസിങ്. അപ്പം നമ്മളൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കുക. ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഐസിങ് ഷുഗർ ആവശ്യാനുസരണം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഏകദേശം 2 കപ്പ് ഐസിങ് ഷുഗർ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ വെണ്ണയും ഐസിങ് ഷുഗറും കൂടി ചേർത്ത്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് എന്താ പറയുക ആവശ്യത്തിനുള്ളൊരു ലൂസുണ്ട്. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന ഐസിങ് ഷുഗറിൽ നിന്നും വീണ്ടും നമ്മൾ ചേർക്കുകയാണ്. ഈ ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ 1 കപ്പാണ് എടുത്തു വെച്ചത്. എന്തായാലും ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഐസിങ് ആയിട്ട് മാറണം. പിന്നെ ഐസിങ് ഷുഗർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐസിങ് ഷുഗർ നമ്മൾ വാങ്ങി വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ അത് കുറച്ച് കട്ട പിടിക്കും, അവിടെ കട്ട കിടക്കും. അത് ഒന്നുകിലൊന്ന് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഉപയോഗിക്കുന്നതിന് മുന്നേ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അടുപ്പിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ തരി ഇല്ലാണ്ട് തന്നെ ചെയ്യാം. ഇപ്പം നമ്മളുടെ ഐസിങ് ഇച്ചിരി സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഐസിങ് ഷുഗർ. അപ്പോൾ ഐസിങ് ഷുഗർ 1 കപ്പ് വേണ്ടി വരും. പിന്നെ വെണ്ണ 100 ഗ്രാം എന്നുള്ള വേണമെങ്കിൽ 50 ഗ്രാമിൽ നമുക്ക് ഈ ഐസിങ് തയ്യാറാക്കാം. അപ്പോൾ ആവശ്യാനുസരണമാണ് ഐസിങ് ഷുഗർ. ഇനി ഇത് വേണമെങ്കിൽ നമുക്കിത് ഫുൾ കേക്ക് ഇങ്ങനെ ബട്ടർ ഐസിങ് കൊണ്ട് തന്നെ കവർ ചെയ്യാം. പക്ഷെ നമ്മൾ വേറൊരു ഐസിങ് കൊണ്ടാണ് ഇത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ്, രണ്ട് കപ്പോളം ഐസിങ് ഷുഗർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഇടാം. ഇത് 2 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, അളന്ന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പകുതി എടുത്തു ആദ്യം. അതിലേക്ക് നമ്മൾ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, ഒരൽപ്പം 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം.
അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ നാരങ്ങാനീരും ഒരല്പം ഓറഞ്ച് ഫുഡ് കളർ കൊടുക്കാം. കാര്യം നമുക്കിപ്പോൾ എന്തായാലും ഒരു ഓറഞ്ച് കേക്കാണ്, അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു കളർ വേണമല്ലോ. പിന്നെ ഒരല്പം 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമുക്ക് ഓറഞ്ച് ക്രഷ് ഉണ്ടെങ്കിൽ ചേർക്കണം, നിർബന്ധമില്ല, ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു തടിത്തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇച്ചിരി കട്ടിയായിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഓറഞ്ച് ജ്യൂസ് 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്. ഐസിങ് നമ്മൾ ലൂസാക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടാണ്. വിത്ത് ഓറഞ്ച് ഗ്ലേസ് ഐസിങ് വളരെ സിമ്പിളായിട്ട് ഉള്ള രീതിയിൽ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അലങ്കാരമാണ്. ജൂജിപ്സ് എന്ന് പറയുന്ന മുട്ടായി ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പം നമ്മളുടെ ഓറഞ്ച് കേക്കിന്റെ ആ ഒരു കളറും ഒരു ഓറഞ്ച് കളർ ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ചെയ്യാൻ പറ്റിയൊരു കേക്കായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അലങ്കാരമാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റാകണം. അപ്പോൾ നമ്മുടെ ഗ്ലേസ് ഐസിങ് പെട്ടെന്ന് തന്നെ സെറ്റാകും. പിന്നെ പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ ഇച്ചിരി സമയം മാറ്റി വെക്കുക. അത് നന്നായിട്ടൊന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രേയിൽ നിന്നും ഇളക്കി വേറൊരു എന്താ ട്രേ ആണ് നമ്മളൊരു കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് മാറ്റിയാൽ മാത്രം മതി. പിന്നെ ആവശ്യാനുസരണം കുറച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കേക്കല്ലേ? അപ്പോൾ എന്ത് എളുപ്പമാണ് തയ്യാറാക്കാൻ. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ളിലെ ഫില്ലിങ്ങും കൂടി ആ ബട്ടർ ക്രീം ഓറഞ്ച് ഐസിങ്ങും അകത്ത് കഴിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു സ്വാദുള്ളൊരു ഓറഞ്ച് ആ ഒരു ഓറഞ്ചിന്റെ സ്വാദ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കേക്കായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഓറഞ്ച് കേക്ക് വിത്ത് ഗ്ലേസ് ഐസിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനോടെ കാണാം.